അതെ ഗായ്സ്, നമ്മൾ പർപ്പിൾ ഹൗസ് എത്താറായി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മളുടെ സീനറി കാണിച്ചു തരാം കേട്ടോ. ഒറ്റ സെക്കൻഡ് ഗായ്സ്. അപ്പൊ ഞങ്ങളുടെ ഹെവൻ എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്ന് തുടങ്ങുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരട്ടോ. നിമിഷാനിക്കല്ല, ടീക്കുട്ടിക്കും അദ്യക്കുട്ടിനും ഒരു 4 days ലീവ് ഉണ്ട്. സ്കൂളിലൊരു വേറൊരു എക്സിബിഷൻ നടക്കുക കേട്ടോ. അതേ നോക്കിയേ, മലകൾ കാണുന്നുണ്ടോ? ആട്ടും കൂട്ടങ്ങൾ. ഹായ്, ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടുണ്ട്. എത്രത്തോളം പപ്പ ഒന്ന് സ്ലോ ആക്കോ പപ്പ. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും ദൂരാണ്. ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. നോക്കി എത്ര മനോഹരമാണ്. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ദേ അവിടെ കാണുന്നുണ്ടല്ലോ ഒരു വാട്ടർഫാൾസ്, അതാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് കൊറ്റിച്ചാട്ടം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാണാൻ അതൊരു കൊച്ചിനെ പോലെ തോന്നുന്നുണ്ട്. ആർക്കൊക്കെ കൊച്ചിനെ പോലെ തോന്നുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയാകുമ്പം, ഇപ്പൊ സമയം എത്ര മണി? 2 കേട്ടോ. പർപ്പിൾ ഹൗസിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. കാരണം അമ്മമ്മയ്ക്ക് സർപ്രൈസ് ആക്കാനായിട്ട് നമ്മൾ ഓണം കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇനിയൊക്കെ അഴിച്ച് ഇനി മേലെല്ലാം കഴുകിയിട്ട് വേണം. ഇതാണ്ടോ, അഴിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഒരു 3 days നമ്മൾ പർപ്പിൾ ഹൗസിൽ ഉണ്ടാവും. അതിക്കൂട്ട അല്ല, നമുക്ക് പഠിക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ് ഏത് മീമിയാണ് നിനക്ക് ഇഷ്ടം? നിനക്ക് അയില മീമിയാണ് ടീക്കുട്ടിക്ക് ഇഷ്ടം. അതിക്കുട്ടന് മത്തി മീമി ആൻഡ് തിലോപ്പിയ. സോ മോർണിംഗ് ടൈം നമ്മുടെ റംബൂട്ടാൻ. ഇവിടെ റംബൂട്ടാന് 1 കിലോ 250 240 ആണ്. നേരെ അതാ താഴെ പോയിട്ടോ. കഴുകണേ. ഓക്കെ, റംബൂട്ടാൻ ഇഷ്ടമുള്ളവർ, നിമിഷാൻറ്റി, ടീക്കുട്ടി എല്ലാവർക്കും ഡൈ ഹാർട്ട് ഫാനാണ് കേട്ടോ. ഓ എന്ത് രസം. ടീക്കുട്ടി ഇപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റ്. ഇതും ട്വിസ്റ്റ് ചെയ്തോ. ഇത് ഞാൻ പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. അത് പിടിക്കാം. ട്വിസ്റ്റേ. എൻ്റെ അമ്മ അതിനെ കൊന്നു. ഓക്കെ, അങ്ങനെ റംബൂട്ടാൻ ലവേഴ്സ് കൂടെ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തു മധുരം. അത് മൊത്തം വായിലിട്ടേ വന്ന മൊത്തം അത് വായിലിട്ടേ. ഓ ഹെവല്ലേ. റംബൂട്ടാനുള്ള വീട്ടിൽ അവരുടെ ഭാഗ്യം ആലോചിച്ച് നോക്ക്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാ. നിമിഷാൻ്റെ 3-4 വെച്ചിട്ടുണ്ട്. അതൊരു 5 വർഷം കഴിഞ്ഞ് ആവുണ്ട് ചെയ്യാം. എന്ത് ചെയ്യാം, അമ്മയ്ക്ക് അതല്ലേ പറ്റൂ. കുറേ മാസങ്ങൾക്ക് ശേഷം, എടാ നിന്നെ കാണുന്നില്ല, ഇങ്ങോട്ട് നോക്ക്. കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു മഴ കാണുകയാണ് കേട്ടോ. കാരണം പാലക്കാടൊന്നും മഴയില്ല. ഇവിടെ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും തന്നെ മഴയാണ് ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം ഒരു ഹാപ്പിനെസ് ആണ്. ഇന്നലെ പറിച്ച നാരങ്ങ അപ്പപ്പ ഇവിടെ തൂക്കി വെച്ചിരിക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതൊരു 1.5 മഴ. നമുക്ക് പുഴ കാണാൻ പോവാട്ടോ. പുഴയിൽ കുളിക്കാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് അമ്മമ്മയുടെ പൂവല്ല, സോറി, എന്തായിരുന്നു ഇതിൻ്റെ പേര്? ഒരു തരം ചെടികൾ. ചിക്കു അതേ ഇതിൽ നോക്ക്, തലയില് വെള്ളാക്കിയിട്ട് നിൽക്കുക കേട്ടോ. അതെ അമ്മമ്മയുടെ ചെടികളെല്ലാം കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന്. നല്ല മഴ. അവിടെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം ഗൈസ്. ടീയ എഴുന്നേറ്റിട്ടില്ല. അതിക്കുട്ടൻ ഇവിടെ വന്നാൽ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിമിഷാൻ്റെ കയ്യിൽ കൊടയില്ല കണ്ടോ, പോക്കണ്ട. ചിക്കു ഇങ്ങോട്ട് വാ. ഇങ്ങനെ കാലില് ഇതുപോലെ ആക്കി കളിക്കാൻ ടീക്ക് ഇതിനേക്കാളും ഇഷ്ടമാണ്. പക്ഷെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ആള്. ബാക്കിൻ്റെ ഇതേ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പപ്പ ഇപ്പോൾ പേൾ ഗ്രാസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ദേ ടീയ മിസ് ചെയ്യും കേട്ടോ. ടീയ ഈ വീഡിയോ കണ്ട എന്തായിരിക്കും. കാരണം മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും ഹെവി ഒരെണ്ണം പെയ്തിട്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാട്ടോ ഗൈസ്. അങ്ങനെ മോർണിംഗ് എഴുന്നേറ്റ് ഇപ്പോൾ ടീക്കുട്ടി എവിടേക്കാണ് പോകുന്നത്? നീ പറയുന്നത് കേൾക്കുന്നില്ല. നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഒരു 1.5. ഇവിടെ അടിയിൽ കുറച്ച് പുല്ലുണ്ട് കേട്ടോ. നോക്കി, നാരങ്ങ കണ്ടോ, ഓറഞ്ച് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ടീയ നീ ഈ സൈഡ് വന്നോ ഗൈസ്. ഇത് നോക്കി, ആ ഭാഗത്തെല്ലാം നോക്കി. ഓയ്യത് നാരങ്ങയുടെ പൂ കണ്ടിട്ടുണ്ടോ ടീയ?
ദേ അങ്ങനെ വീട്ടിലെ ലെമൺ, വലിയൊരു ലെമൺ ട്രീ ആട്ടോ അത്. ഇതിലെപ്പോഴും ഇതുപോലെ പഴുത്ത നാരങ്ങകൾ കാണാം. നമുക്കിത് മതിയായി ഗൈസ്. ആക്ച്വലിയിൽ കഴിച്ച് നമ്മൾ പുറത്ത് എല്ലാ ആൾക്കാർക്കും ഇതിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കണ്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാലോ. അങ്ങനെ അപ്പാപ്പ ജാതി തോട്ടത്തിലോട്ട് നമ്മൾ കയറുകയാണ്. ഇവിടെ അദ്ദിക്കുട്ടൻ അത് പറിക്കാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. കിട്ടിയാ? അങ്ങനെ പറിച്ചോ? ഓപ്പണാക്കി പൊട്ടാതെ എടുക്കണം. ഇത് പൊട്ടാതെ എടുത്തേ. ഒറ്റ സെക്കൻഡ് മുത്തേ. എവിടെയാ 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 എവിടെ? വെള്ളാക്കല്ലടാ. ഓ നീ അദ്വിക്ക് മമ്മി ബാക്കിൽ നിന്ന് ഇതാക്കിയതാട്ടോ. മമ്മി അമ്മമ്മ ടീയുടെ മേലെ വെള്ളം തെറിപ്പിക്കാൻ നോക്കിയതാ. ശരി, ഇതിനാ മക്കളിങ്ങനെ വഴക്ക് കൂടണ്. ആര് വേണമെങ്കിലും പറിച്ചോ. ഇതാ ചിച്ചുന് ഇത് എവിടെ ഉണ്ട്? മമ്മി കാണിച്ചു തരും. ഇതെവിടെ ടീക്കുട്ടി ഒരു ജാതിക്ക ലൈവായിട്ട് പറിക്കാൻ കിട്ടാതെ ഇവിടെ കാണിക്കുക കേട്ടോ. എവിടെ ടീ? അതിന്റെ ത്രെഡ് വേറെ എവിടെയാണ്? ആ ഓക്കെ ഗൈസ്, പറിക്കുന്നുണ്ടോ നോക്കാം. ആ ഓക്കെ, താഴെ വീണു. ഓ താഴെ മെല്ലെ ഗൈസ്. ഇപ്പൊ ടീക്കുട്ടി ടീയപ്പത്ര ഇത്തിരിയിലെങ്കിലും വഴിക്കല്ലേ. നല്ല മഴയാണ് കേട്ടോ. എവിടെ? ഓക്കെ, ഇനി ദേ നമ്മുടെ അദ്ദിക്കുട്ടൻ ദേ പറിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അദ്ദിക്കുട്ടന് കിട്ടുന്നുണ്ടോന്ന്. അദ്വിക്കിന് എത്ര നോക്കിയിട്ടും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ മേലെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ സൈഡുള്ളതെല്ലാം. അതോ കുഞ്ഞു മക്കളെ, നമ്മുടെ അദ്ദിക്കുട്ടനെ കിട്ടിയല്ലോ. മെല്ലെ മെല്ലെ നോക്കട്ടെ. തുറന്നെടുത്തു അവൻ 2 എടുത്തു. ഇതെല്ലാം നമ്മുടെ കുഞ്ഞതാട്ടോ, ആയിട്ടില്ല. അങ്ങനെ അടുത്ത് നിന്നിട്ട് ഒരെണ്ണം കിട്ടി. അത് അവസാനം നിനക്ക് പറിച്ചു വെച്ചാ പോരട്ടിയ. അത് കണ്ടോ അവിടെ? ആ തൊട്ടേതിനെ നോക്കട്ടെ കേട്ടോ, ഞാൻ സൂം ചെയ്യട്ടെ. ആ ഓക്കെ, അതിനെ നമ്മൾ പറിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ടീക്കുട്ടിക്ക് കിട്ടോ അത് നോക്കാം. അത്യാവശ്യം നല്ല നീളത്തിലുണ്ട്. അപ്പൊ പേഷ്യൻസ്. ആ വന്നു ടീ റെഡി. അതെ അതെ, അത് താഴെ വീണു. ഇവിടെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. വന്നു മമ്മി, ഓടി വാ. ദേ മമ്മി വേറൊരു സർപ്രൈസ്. കുഞ്ഞി ചിക്കു മെല്ലെ വാ, മമ്മി വിളിക്കൂ. ഇത് നമ്മുടെ തോട്ടത്തിലെ വേറൊരു ജാതിക്ക ഒരു ഭാഗം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കൈ വെച്ചിട്ട് അടുത്ത് ഇതാക്കാം. ഒരു മിനിറ്റ് ഇവിടത്തൊക്കെ കൈ വെച്ചിട്ട് വെക്കട്ടെ. ഇത് അദ്ദിക്കുട്ടന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അവനെ വലിക്കാൻ നോക്കുകയാണ്. നോക്കട്ടെ, ഒറ്റ മിനിറ്റ്. ആ ഇത് ഓപ്പൺ ആക്കിയ ചിച്ചു, ഇത് ഓപ്പൺ ആക്കി ഗൈസ്. നല്ല അടിപൊളി. അടുത്തത് ടീക്കുട്ടിക്ക് കേട്ടോ. തുറന്നേ. അതെ, എന്തോരം വലിപ്പുണ്ട് നോക്കട്ടെ. നല്ല വലുതാ. ഓപ്പൺ ആക്കി. എവിടെ? ദേ അദ്ദിക്കുട്ടൻ ഇവിടെ അടുത്തടുത്ത് ഓരോന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. അദ്ദിക്കുട്ടന് കുറേ പേര് ചോദിച്ചു അദ്ദിക്കുട്ടന് ടീക്കുട്ടിക്ക് എങ്ങനെയാണ് ഈ ഗാർഡനിങ് അതൊക്കെ ഇഷ്ടമെന്ന്. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത് കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രത്യേക ശീലങ്ങളൊന്നുമില്ല അല്ലേ. എന്ത് ചളിയും മണ്ണും ഒന്നും ഇവിടെ പ്രശ്നമല്ല. അത് ഇത്തിരി കൂടിയിട്ടേ ഉള്ളൂ പ്രശ്നം. മെല്ലെ പോവാട്ടോ. നമ്മുടെ ജാതിക്ക തോട്ടം ആ പാട്ടിന് പറ്റിയ സീനാണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ഇത് നോക്കിയേ, ഒരു ജാതിക്ക മരം. ഇത് നോക്കി, ഇതിന്റെ ബ്രാഞ്ചസ് നോക്കട്ടിയ. ഇത് ലേയേഴ്സ് ആയിട്ട് നോക്കി. പക്ഷെ ഇവിടെ ഒരു സങ്കടകരമായ കാര്യം കാണിച്ചു തരാം കേട്ടോ. കാറ്റും മഴയിലും ഒരു തെങ്ങ് അത് വീണിട്ടുണ്ടായിരുന്നു. തെങ്ങ് ഓൾറെഡി ഫ്ലോപ്പ് തെങ്ങായിരുന്നു. പക്ഷേ അതിലുള്ള കുരുമുളക് ഉണ്ട്. അതുകൊണ്ട് പാപ്പയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കുക ഗൈസ്. നോക്കിയേ, ഇതെല്ലാം പോയി, കുരുമുളകെല്ലാം പോയി ഗൈസ്. നോക്കിയേ, തെങ്ങ് ഡെഡായി. ആ കുരുമുളകിൻ്റെ അറ്റം കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ പപ്പയുടെ. 100 ഇതിലോ എന്തോരോ മുത്തേത് കിടക്കണേ. ഇതൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞ ജാതിയാട്ടോ. ഇതെല്ലാം ഈ ജാതിമാരെല്ലാം പറിച്ചു കഴിഞ്ഞാണ്. അതിൻ്റെ താഴെ കണ്ടോ തൊണ്ട് ചേച്ചിമാരിതുപോലെ തൊളിച്ചിങ്ങനെ ഇടും കേട്ടോ. ഇവിടെ ടീക്കുട്ടി ഇങ്ങനെ ഈ ഒരു സമയമായ തോട്ടി എടുത്തിട്ട് ഇങ്ങനെ 2 പേരും നടക്കും. അപ്പോൾ കുറച്ചെണ്ണം ഞങ്ങൾ വരണൂന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പ് അടുത്തുള്ളതൊക്കെ ഇവിടുത്തെ ചേച്ചിമാർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. ആദ്യക്കൂട്ടം വലിച്ചോ. ഒരു മിനിറ്റ്, കവറിന് വലിക്കില്ലേ.